എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ടാൽ നല്ല പപ്പടം പോലെ പൊങ്ങി വരുന്ന പൂരി ഉണ്ടാക്കിയാലോ, നല്ല സൂപ്പറായിട്ട് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന പോലെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മാത്രം ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് മാത്രം സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ച് ഒരു തവിയുടെ ബാക്ക് കൊണ്ടോ തുടുപ്പ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് അങ്ങ് കിണ്ടി കൊടുക്കാം. ഇതിങ്ങനെ ഏകദേശം ഈ ഒരു ലെവലാകുമ്പോഴത്തേക്കും നമുക്കിനി കൈ കൊണ്ട് മിക്സ് ചെയ്യാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് മിക്സ് ചെയ്താൽ ചൂടധികം കയ്യിൽ അടിക്കത്തില്ല. അങ്ങനെ പതുക്കെ പതുക്കെ നമുക്കതിനെല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ചത് ഈ ഒരു പരുവത്തിലാക്കാം. ഇനി ഒരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റായി, തൊട്ടാലങ്ങ് പതുങ്ങി പോകുന്ന രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ബോളുകളാക്കി എടുക്കാം. ബോളുകളാക്കി എടുത്തതേ ചപ്പാത്തി പ്രസ്സിൽ വെച്ച് നമുക്ക് പരത്തി എടുക്കാവുന്നതാണ്. പരത്തി എടുത്തതേ ഇതുപോലെ കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ പുള്ളി പുള്ളി വരുന്ന നല്ല അടിപൊളി പൂരി കിട്ടും. കുറച്ച് ബീഫ് കറിയും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ആ